ഒരു മിനിറ്റ്. ഓക്കെ, സ്ക്രീൻ പ്രസന്റ് ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, കാണുന്നില്ല. അപ്പം നമ്മളിന്ന് ലങ് മെറീഡിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഓരോ ഓർഗനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ ക്ലാസ്സുകളിൽ നോക്കിയതാണ് അല്ലേ. ലങ് എല്ലാ ഓർഗണും എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആൾറെഡി പഠിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ പിന്നെയും പറയാൻ നിൽക്കുന്ന ബോറടിക്കാതിരിക്കാം. എന്നാലും ചില ഒറ്റ മിനിറ്റ് ഒന്ന് രാജേഷിനെ വിളിക്കാൻ പറയുമോ. മറ്റേ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലങ് ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിലെ വാട്ടർ മെറ്റബോളിസത്തെ മാനേജ് ചെയ്യാൻ കിഡ്നിയുടെ ഒപ്പം തന്നെ ഫങ്ഷൻ ചെയ്ത് ഈ ലങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് ലങ് ആൻഡ് കിഡ്നി തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ലങ് എന്ന് പറയുന്നത് കിഡ്നിയുടെ മദറാണ്. ഓക്കെ, ക്രിയേറ്റീവ് സൈക്കിൾ പ്രകാരം. സോ അതുകൊണ്ട് തന്നെ വാട്ടർ പേജേഴ്സിനെ നമ്മുടെ ശരീരത്തിനകത്ത് ക്ലിയർ ചെയ്യുന്നതിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എവിടേക്കെങ്കിലും റിട്ടൻഷൻ ഓഫ് വാട്ടർ, അതായത് നീര് കൂടിയിട്ട് അവിടെ വീക്കങ്ങളും മറ്റുമൊക്കെ വരികയാണെങ്കിൽ ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലങ്ങിനെയും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ അത് പ്രോപ്പറായിട്ട് മാറും. അതുപോലെ നമുക്ക് അതിൻ്റെ ഓപ്പണിംഗ് ആണ് നോസ് എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്റ്റേണൽ ഡിവൈസ് ആണെന്ന് പറയും. അതേമാതിരി തന്നെ ശരീരത്തിനകത്തുണ്ടാവുന്ന രോമങ്ങൾ ലങ്ങിൻ്റെ മറ്റേ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേമാതിരി തന്നെ ശരീരത്തിൻ്റെ സ്കിന്നിനെ കണക്ട് ചെയ്യുന്നത്, സ്കിന്നിൻ്റെ മാസ്റ്റർ ഓർഗൻ എന്ന് പറയുന്നത് ലങ്ങാണ്. അപ്പോൾ സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെറ്റലായിരിക്കും, അടുത്തത് അതിൻ്റെ കളറും ബാക്കിയുള്ള സിംറ്റവും വെച്ചിട്ട് ഏത് ഓർഗൻ ആണെന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തു. അതേമാതിരി തന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എപ്പോഴും ഒരു കൈ കൊണ്ട് തട്ടിയാൽ ശബ്ദം കേൾക്കത്തില്ല, രണ്ട് കൈയെങ്കിലും മിനിമം തമ്മിൽ തട്ടിയാലേ ശബ്ദം വരത്തുള്ളൂ. അതേമാതിരി തന്നെ ഒരു എലമെൻറ്റിന് ഡിസ്ഫങ്ഷൻ വരുന്ന സമയത്ത് വേറൊരു എലമെൻറ്റും കൂടെ ഉറപ്പായിട്ടും കണക്റ്റഡ് ആവും. ഓക്കെ, ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരാൾക്ക് ആരോടും വഴക്കിടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അയാളുടെ മനസാക്ഷിയും അയാൾ തമ്മിൽ വഴക്കിടുമ്പോൾ പോലും അത് രണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട പോലെ തന്നെയാണ് ഇവിടെ ഒരു ഓർഗണിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് എലമെൻറ്റിന് ഇംബാലൻസ് ഉണ്ടാവുന്നുള്ള കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഓരോന്നിനെയും കാണാം. കാരണം പ്രകൃതിയിൽ ഒന്നായി കാണുന്നതിന് ഒരു സാധനത്തിനെ തന്നെയാണ് രണ്ടായിട്ട് കാണുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം മാത്രം നന്നായിരുന്നത് കൊണ്ട് ആ കോയിൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതിനൊരു പുറകു വശമുണ്ട്, അതും കൂടെ കറക്റ്റ് ആണോ, അപ്പോഴേ ആ ബാലൻസിങ് പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ ഒന്നാണ് തന്നെ കാണുന്നതെങ്കിൽ പോലും അതിനെ നമ്മൾ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ട് ആ രണ്ടും ബാലൻസിങ് ആകുമ്പോൾ മാത്രമാണ് അത് ഒരെണ്ണാവുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? ഹലോ, അതേമാതിരി തന്നെ ഗവേൺസ് ചീ ആൻഡ് റെസിപ്രേഷൻ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ചീനെയും റെസിപ്രേഷനെയും കൺട്രോൾ ചെയ്യുന്നു. ഒരൊറ്റ മിനിറ്റ്. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ മെറീഡിയനിലുള്ള ചീയുടെ കൺട്രോളും ലങ്ങിലൂടെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഈ ചീ മൂവ്മെൻറ്റിനെ നമ്മൾ പഠിച്ചു, ലിവറും കൂടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ആർക്കും ഒരു മൊണോപ്പൊളി സിസ്റ്റം വരാത്ത രീതിയിൽ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, മാനസിക തലങ്ങളിലുള്ള മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻസ്, എമോഷൻസും അത് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നതിനകത്ത് ഈ ലങ്ങിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാണായാമയാണെങ്കിലും ശരി, മെഡിറ്റേഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈ എൻഡ് ടൂളായിട്ടാണ് എല്ലാവരും വിശേഷിപ്പിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രീത്തിങ്ങിലാണത്. യോഗയാണെങ്കിലും ശരി, മെഡിറ്റേഷൻ ആണെങ്കിലും ശരി, ഇതെല്ലാത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വന്നിട്ട് നമ്മളുടെ മറ്റേ ബ്രീത്തിങ് പാറ്റേണിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ബ്രീത്തിങ് ഫോക്കസ്
കറക്റ്റ് ആയാൽ തന്നെ നമ്മളുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കും. ആ മൈൻഡ് ക്ലിയർ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഓർഗൻസിലേക്കുള്ള ചീ മൂവ്മെന്റ്സും സർക്കുലേഷനും പ്രോപ്പർ ആവും. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി ഇതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക് അല്ലെ, ഓരോന്നിനും ഓരോ ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചില കാര്യങ്ങളാണ്. ലങ് എന്ന് പറയുന്നത് മെറ്റൽ എലമെന്റ് ആണെന്ന് നമുക്കറിയാം. അതിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാണോ യാങ് ആണോ എന്നാണ്. അപ്പൊ ലങ് എന്ന് പറയുന്നത് ഇന്നാണ്, ഓർഫീസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ഓർഗൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, എക്സ്റ്റേണൽ ഓർഗൻസ് എന്നുള്ളതാണ്. എവിടെയാണ് ഇതിന്റെ ഓപ്പനിങ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ശരീരത്തിനകത്ത് ദ്വാരങ്ങൾ എന്നൊക്കെ പറയും. ഭാരതീയ ചിന്താധാര പ്രകാരം നവദ്വാരങ്ങളാണ്. നമുക്കതിന് പ്രധാനമായിട്ട് 5 ദ്വാരങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിലൊന്ന് ഓർഫീസ് എന്ന് പറയുന്നത് ലങ്ങിന്റെ എക്സ്റ്റേണൽ ഓർഗൻ, അല്ലെങ്കിൽ ഓർഫീസ് എന്ന് പറയുന്നത് നോസ് ആണ്. അതേമാതിരി തന്നെ ലങ്ങിന്റെ ഒരു മിനിറ്റ്, അപ്പം നമ്മളുടെ ലങ്ങിന്റെ പെയേർഡ് ഓർഗൻ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന കളർ വന്നിട്ട് വൈറ്റ് ആണ്. അപ്പോൾ സ്കിന്നിൽ, നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലൊക്കെ എവിടെയെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ വൈറ്റ് പാച്ചസ് ആണ് വരികയാണെങ്കിൽ അത് ലങ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് വൈറ്റ് കളറിലാണെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ലങ്ങിന്റെ ടിഷ്യൂ, ലങ് ഏത് ടിഷ്യൂവിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പ്രയോറിറ്റി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ ആൻഡ് ബോഡി ഹെയറിനെയാണ് ലങ്ങിന്റെ കണക്റ്റഡ് ടിഷ്യൂസ്. അപ്പോൾ ശരീരത്തിനകത്ത് രോമം കൂടുതലുണ്ട് അല്ലെങ്കിൽ രോമമേ ഇല്ല ശരീരത്തിൽ, ചില ആളുകൾക്ക് രോമേ ഉണ്ടാവില്ല. ഓക്കെ, ശരീരത്തിൽ വന്നിട്ട് ഇപ്പൊ മറ്റേ നമ്മുടെ കഷണങ്ങളിലൊക്കെ രോമം ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് ഉണ്ടാവുകയില്ല. അതെല്ലാം തന്നെ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളാണ്. ഈ ലങ് മെറിഡിയനിൽ മൊത്തം 11 പോയിന്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് പക്ഷെ 11 നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജിങ്വെൽ, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അതേമാതിരി തന്നെ ലങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് 3 to 5 AM ആണ്. അപ്പൊ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ലങ്ങിന് വേണ്ടി ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 3 AM to 5 AM ആണ്. മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും ഒക്കെ പറ്റിയ സമയം ഈ ടൈം. ഓർഗൻ ക്ലോക്ക് നിങ്ങൾക്ക് എടുത്തില്ലേ? അതും എടുത്തുവല്ലോ അല്ലെ? ഇതിന്റെ സീസൺ എന്ന് പറഞ്ഞാൽ ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം എന്ന് പറയും അല്ലേ? ഓക്കെ, അതേമാതിരി തന്നെ ഇതിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഡ്രൈനെസ് ആണ്. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല പൊഴിയുന്ന കാലമാണ് അല്ലേ? കാറ്റുകാലത്താണ് ഇലകളൊക്കെ പൊഴിയുക. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഡ്രൈനെസ് ഉണ്ടാവും, ചുണ്ട് പൊട്ടും, ചിലവർക്ക് സ്കിന്നിനകത്തൊക്കെ വന്നിട്ട് ഡ്രൈ ആയിട്ട് വെറുതെ നമ്മൾ നഖം കൊണ്ടൊന്ന് ആക്കിയാൽ പോലും അവിടെ മറ്റേ നമ്മൾ ഉണങ്ങി കിടക്കുന്ന ഗ്രൗണ്ടിൽ ഒരു വരയെടുത്ത് വരഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈനെസ് അവിടെ നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ വരും. ആ സമയത്ത് തന്നെ മറ്റേ ലങ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൂ, ചുമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന സമയം ഈ കാറ്റുകാലത്താണ്. അതാണ് ലങ്ങിന്റെ ടൈം എന്ന് പറയുന്നത്. എമോഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്രിഫ്നെസ് ആണ്. അതായത് ഈ ലങ്ങിന്റെ ഇംബാലൻസ് ഉള്ള ആളുകളിൽ, മെറ്റൽ വീക്ക്നെസ് ഉള്ള ആളുകൾക്ക് ഗ്രിഫ്നെസ് കൂടുതലായിരിക്കും. ഓക്കെ, അതായത് സങ്കടങ്ങൾ കൂടുതലായിരിക്കും. വെറുതെ ഒരു പേപ്പറിൽ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ അവർക്ക് സങ്കടമാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ കേട്ടാൽ സങ്കടമാണ്, ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സങ്കടങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും കൂടുതലായിരിക്കും. ഓക്കെ, ഗ്രിഫ്നെസ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് പുൺജന്റ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഒണിയൻ വിനിഗർ എന്നൊക്കെ ഇട്ടത്. ഈ ഒണിയൻ വിനിഗറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു തരം രൂക്ഷമായ ഗന്ധമാണ്. അപ്പോൾ ലങ്ങിൻ്റെ മറ്റേ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഈ രൂക്ഷമായ ഇതാണ്. പൊതുവേ പല ആളുകളും വന്നിട്ട് മറ്റേ എരിവ് ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, ചെറിയ പ്രായത്തിൽ.
അവരൊക്കെ ആ സമയത്ത് ആ മറ്റേ അത് മെറ്റലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ മെറ്റലിന് അത് സപ്പോർട്ട് ചെയ്യും. അത് കഴിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയുള്ള കഫൊക്കെ ഇളകി വരും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എരിവ് ഒരുപാട് കഴിക്കുന്ന സമയത്ത് ഏതൊരു സാധനവും മറ്റെന്താ പറയുക മറ്റേ അധികമായാൽ അമൃതം വിഷം. ഇപ്പം ഈവൻ നിങ്ങളൊരു വിശ്വാസിയായി എങ്കിൽ ആ വിശ്വാസം നിങ്ങൾ അന്ധമായ വിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ പഴയ കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ലാസ്റ്റത്തെ സീൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതേമാതിരി തന്നെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഫിനസ് ഉള്ള ആളുകൾക്ക് അടുത്ത ശബ്ദം എന്ന് പറയുന്നത് ക്രൈയാണ്, അല്ലേ? കരച്ചിലാണ് അവർക്ക് വേഗം വരിക. അതായത് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞത് ഇത് അന്ന് കാലങ്ങളിൽ ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഫുഡിൻ്റെ മിനിസ്റ്റർ അല്ലെങ്കിൽ ഓരോ മിനിസ്റ്റർ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ എലമെൻറ്റിനെയും വിശേഷിപ്പിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പ്രധാനപ്പെട്ട വ്യവസായം അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ കൃഷിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈം വെച്ചിട്ടാണ് ഓരോന്നിൻ്റെയും മറക്കുക. അപ്പോൾ കാറ്റുകാലം ആകുന്ന സമയത്ത് കൊയ്ത്ത് കാലമാണ്, അല്ലേ? കാറ്റ് സമയത്ത് കൊയ്ത്ത് കഴിയും, അവിടുത്തെ ചൈനീസിൻ്റെ ഭാഷയിലാണ്. അപ്പോൾ റീപ്പിംഗ് ടൈമാണ്, കാറ്റുകാലത്താണ് കൊയ്ത്ത് നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ചൂട് കാറ്റായി ആ സമയത്ത് കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ എനർജി ഫ്ലോ, അതായത് മെറീഡിയൻ്റെ എനർജി ഫ്ലോ എന്ന് പറയുന്നത് ചെസ്റ്റിൽ നിന്ന് കൈകളിലേക്കാണ്, അത് നെഞ്ചിൽ നിന്നും കൈകളിലേക്കാണ്. അപ്പം ഇതിനെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചാൽ നമുക്ക് പിന്നീട് നോക്കാം. സെൻട്രിഫ്യൂഗൽ എനർജി മൂവ്സ് ഫ്രം സെൻറ്റർ ടു ഔട്ട്വേർഡ്. അപ്പോൾ ഈ ലങ് മെറീഡിയൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ എന്നാണ് പറയുക. ഇതിൻ്റെ എനർജി പാറ്റേൺ വന്നിട്ട് സെൻട്രിഫ്യൂഗലാണ്. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്നും ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഔട്ട്വേർഡിലേക്ക് പോകുന്നത്, ഒന്ന് വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നത്, രണ്ടർത്ഥമുണ്ട്, സെൻട്രിഫ്യൂഗൽ ആൻഡ് സെൻട്രിപീറ്റൽ. ഓക്കെ, ഇവിടെ ഇത് സെൻട്രിഫ്യൂഗൽ ആണ്. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ എനർജി മൂവ്സ് ഫ്രം സെൻറ്റർ ടു ഔട്ട്വേർഡ്. അതായത് ലങ്ങിലേക്ക് മുഴുവനും ഓക്സിജൻ എടുത്ത ശേഷം ആ എടുത്തതിൽ നിന്നുള്ള എനർജി ശരീരത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഔട്ട്സൈഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കണക്കാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഹലോ, അപ്പൊ അതിന്റെ മെറീഡിയൻ എവിടുന്ന് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മെറീഡിയൻ എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അവിടെ, അതായത് ചെസ്റ്റിന്റെ അപ്പർ ഏരിയയിൽ ക്ലാവിക്കൽ ബോണിന്റെ പരിസരത്ത് നിന്ന് തുടങ്ങി ഷോൾഡർ വഴി കൈയിൻ്റെ ഇത് ആൻറ്റീരിയർ സൈഡാണോ ലാറ്ററൽ സൈഡിലാണോ നിഖില? ലാറ്ററലാണ്. പക്ഷെ ഇതൊരു ഇൻഓർഗൻ ആയതുകൊണ്ട് ശരിക്കും മീഡിയലിലേക്കാണ് വരേണ്ടത്, അല്ലേ? ശരിക്കും ഇൻഓർഗൻസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? ടുവേർഡ്സ് സെന്റർ, അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത് ലാറ്ററിലേക്ക് പോയേ, വശങ്ങളിലേക്ക് പോയേ? അറിയാവോ അതിന്റെ ഉത്തരം? ഇല്ല സാർ. ഇല്ല, പറഞ്ഞു തന്നിട്ടോ ഞാൻ ക്ലാസ്സിൽ? യെസ് സാറിനോ എന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാലോ അതിനെ കുറിച്ച്. ഓർമ്മയില്ല സാർ. ഓർമ്മയില്ല. വോയിസ് ഒക്കെ ഇട്ടത് നിങ്ങൾ തന്നെയല്ലേ വോയിസ് ഇടുന്നത്? അതെ അതെ. ഇതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇതൊക്കെ കണ്ടത് ഓർമ്മയുണ്ടോ? എപ്പോ എടുത്തതാ അത്? കഴിഞ്ഞ ക്ലാസ്സിൽ. കഴിഞ്ഞതിന്റെ അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെയാണ്, ഇതെന്താണ് പൊസിഷൻ, ഇതെന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വോയിസ് വിട്ടിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. എന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കുന്ന സമയത്ത് മോഡേൺ മെഡിസിന്റെ അനാറ്റമിക്കൽ വ്യൂവിലാണ് മെറീഡിയൻ പഠിക്കുന്നതും പോയിന്റ് പഠിക്കുന്നതും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ TCMന്റെ ഭാഷയെ പഠിക്കുന്ന സമയത്ത് അനാറ്റമിക്കൽ പൊസിഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഇങ്ങനെ വെക്കുന്ന സമയത്ത് നോക്കൂ, ആ ലങ് മെറിഡിയൻ ടുവേർഡ്സ് മീഡിയലാണ്. ആണോ അല്ലയോ? ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി വന്നിട്ട് മോഡേൺ മെഡിസിൻ്റെ സിസ്റ്റം പ്രകാരം
ഇത് ലാറ്ററൽ ആണെങ്കിലും TCMനെ സംബന്ധിച്ചിട്ട് എന്താണിത്? മീഡിയലാണ്. ഓക്കെ ഓക്കെ. ആ, വേറെ ആരെങ്കിലും പഠിച്ച ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാൻ പറഞ്ഞതില്? ഹലോ. ഓക്കെ. അപ്പം അത് ഈ ബ്ലൂ ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് ലങ് മെറീഡിയന്റെ പാത്ത്. ഓക്കെ, ശരിക്കും ഈ പാത്വേ എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ പോലും ഈ പാത്വേയിലാണ് മെറീഡിയന്റെ പോയിന്റുകളൊക്കെ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഇത് നോക്കൂ, ലങ്ങുമായിട്ട് എവിടെയെങ്കിലും കണക്ഷൻ ആവുന്നുണ്ടോ ഈ മെറീഡിയൻ നിഖില? ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ലങ് മെറീഡിയൻ എന്ന് പറയാ? പറ്റില്ലല്ലോ അല്ലേ? പറ്റും. എങ്ങനെ പറ്റും? ആയിട്ടായിരിക്കത്തില്ല. ഞാനിവിടെ ലങ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആണ്? എന്തുകൊണ്ട് പെണ്ണായില്ല? ഓക്കെ, ഇതിന് നമ്മൾ പഠിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി എക്സ്റ്റീരിയർ പാത്വേ ആണ് പൊതുവെ പഠിക്കാറ്. ഇതിന് ഒരു ഇന്റീരിയർ പാത്വേ ഉണ്ട്, ഉള്ളിലൂടെയുള്ള സഞ്ചാരം കൂടെ ഉണ്ട്. ഓക്കെ, ആ സഞ്ചാര പദമാണ് ഇന്റേണൽ ഓർഗനായിട്ട് അത് കണക്ട് ചെയ്യുന്നത്. ആ ഇന്റേണൽ മെറീഡിയനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം അത് ശരീരത്തിന്റെ എന്താ പറയുക, ഉൾവശത്ത് കൂടെ സഞ്ചരിക്കുന്ന പാത്വേ ആണ്. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ മെറീഡിയൻ, എക്സ്റ്റേണൽ മെറീഡിയൻ ആണ്. ഈ മെറീഡിയനെ വന്നിട്ട് നിങ്ങൾ ദിവസവും മസാജ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നിറയെ ഗുണങ്ങളുണ്ടാവും നിങ്ങളുടെ ശരീരത്തിനകത്ത്. ഇപ്പൊ LU1ന്റെ ലൊക്കേഷൻ അറിയാം. LU1 നിങ്ങൾ മസാജ് ചെയ്തിട്ട് ഈ പാത്വേ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക. ഈ കാണുന്ന രീതിയിൽ തള്ളവിരൽ വരെ അമർത്തുന്നത് നിങ്ങളുടെ ലങ്ങിനെ എനർജൈസ് ചെയ്യാനും ലങ് മെറീഡിയനിൽ എവിടെയെങ്കിലും തടസ്സങ്ങളോ ബ്ലോക്കേജോ ഹിൻഡ്രൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മെറീഡിയന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. കുറച്ച് കൂടുതലുള്ള ഭാഗങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്താലും കുഴപ്പമില്ല. ഇത് ചെറിയ സൂചി പോലെയുള്ള വഴിയല്ല, റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിനെ മുഴുവൻ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണോ ഒരു ഓസിൽ പൈപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പേസ്റ്റ് വാങ്ങി കഴിഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഒന്നുമില്ല, ഒരാഴ്ചയായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അതിനകത്ത് ഒന്നുമില്ല, വാങ്ങാൻ മറന്നുപോയി. ആ സമയത്ത് നമ്മൾ ആ ട്യൂബിനെ എന്ത് ചെയ്യും, സ്ക്യൂസ് ചെയ്ത് അതിനകത്തുള്ളതിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ദിവസം ഇനി ഈ മെറീഡിയനെ മസാജ് ചെയ്യണം. ഞാൻ പോയിന്റുകൾ 5 3 2 എത്രയാണോ പറയണത് ആ മെറീഡിയൻസിനെ പേര് പറഞ്ഞിട്ട് തന്നെ ഒരു 10 to 25 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്യണം, പമ്പ് ചെയ്യണം. പമ്പിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇല്ല കാണിച്ചു തന്നില്ല. പമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഹാർട്ടൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ചുരുങ്ങുന്നു വികസിക്കുന്നു. അതേമാതിരി നമ്മൾ ആ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനകത്ത് ഞാൻ വീഡിയോ എൻ്റെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ പമ്പ് ചെയ്യാം. കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു 21 ടൈംസ് ഓരോ പോയിന്റും പ്രസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്താണ് മാറ്റങ്ങൾ ഫീൽ ചെയ്തെന്നുള്ളത്. അതേമാതിരി തന്നെ ഈ മെറീഡിയനിലൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ വിരലുകളെ കുറച്ച് അമർത്തിയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് എത്ര പ്രസ് ചെയ്യാൻ പറ്റുമോ അത്ര പ്രസ് ചെയ്തിട്ട് മസാജും ചെയ്യുക. നിറയെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിലർ പറഞ്ഞു, സാർ ഞാൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് ക്ഷീണമാണ് തോന്നി. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ചില സമയങ്ങളിൽ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കണം എന്ന് വെക്കുക. വീട് വൃത്തിയാക്കണമെങ്കിൽ നിങ്ങൾ പണി തുടങ്ങിയ ഉടനെ വീട് വൃത്തിയാകുമോ? ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഉള്ളതിനേക്കാളും കൂടുതൽ വൃത്തികേടാവാനാവുക അതോ അപ്പൊ തന്നെ വൃത്തിയാവുകയോ ചെയ്യാം? ടെമ്പററി ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ വൃത്തിയാവും. ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ ക്ലീനിങ് എങ്കിൽ നമ്മൾ ദിവസം ചെയ്യുന്നത്, നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആ ഭാഗം വൃത്തിയായി വരും. പക്ഷെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം മുകളിലുള്ള വാറാലകളൊക്കെ അടിച്ച് അതിലത്തെ ഫാനിലത്തെ അഴുക്കുകളൊക്കെ കളഞ്ഞ് മറ്റേ അവിടെയുള്ള ടേബിള് സോഫ ഇതിനെയൊക്കെ വന്നിട്ട് കുടഞ്ഞ് ആ പൊടിയൊക്കെ താഴെ വീഴുണ്ടാവും അല്ലേ? അപ്പൊ നേരത്തെ ഉണ്ടായതിനേക്കാളും വൃത്തികേടായിരിക്കും. അതിനുശേഷം അത് മുഴുവനും ജനലിലേക്ക് തട്ടി എന്നിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് ശരിക്കത്തുള്ള ക്ലീനിങ് നടക്കുന്നത്.
അപ്പോൾ ചില ആളുകൾക്ക് അയ്യോ എനിക്ക് ടയേർഡായല്ലോ ഇത് ചെയ്യുമ്പോൾ, ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് ക്ലീനിങ് പ്രോസസ്സാണ്. ആ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ മെറിഡിയനുള്ള ബ്ലോക്കേജ് ഒക്കെ പോയി അഴുക്കുകളൊക്കെ ഡിസ്മാൻഡിൽ ആകുമ്പോൾ മറ്റേ പോയി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കംഫർട്ടബിലിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക ചെയ്തിട്ട്. ഓക്കെ, മുറിവുണ്ടെങ്കിൽ മുറിവുകളിലൂടെ ചെയ്യരുത്. ഫ്രാക്ചറോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അതേമാതിരി തന്നെ മറ്റേ നിങ്ങൾ എന്താ പറയുക, കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോട്ടോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് വേണ്ട. ലൊക്കേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? ആവശ്യമുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇന്റേണലിയും കൂടെ ട്രാവൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ഇന്റേണലി ട്രാവൽ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ബ്ലൂ കളർ വര ഡോട്ട് ഇട്ട് കാണിക്കുന്നതെല്ലാം തന്നെ ഇന്റേണൽ പാത്വേ ആണ്. റെഡ് കളറിൽ പോകുന്നതാണ് എക്സ്റ്റേണൽ പാത്വേ. ആക്ച്വലി ലങ് മെറീഡിയന്റെ ഒറിജിനൽ പാത്വേ ആണ്. ഇതിന് നമ്മൾ ശരിക്കും 2 പാത്തായിട്ട് തന്നെയാണ് പറയുക കേട്ടോ. ഒന്ന് എക്സ്റ്റേണൽ പാത്തും ഒന്ന് ഇന്റേണൽ പാത്തും ആയിട്ട് തന്നെയാണ് പറയുക. അപ്പോൾ ചാനൽസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എല്ലാ ഓർഗണിനും ഒരു എക്സ്റ്റേണൽ പാത്വേ ഉണ്ട്, എല്ലാ ഓർഗണും ഒരു ഇന്റേണൽ പാത്വേ ഉണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ പാത്വേനെയും നമ്മൾ ഒരു സെപ്പറേറ്റ് മെറീഡിയൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒന്നിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് മിഡ് ജിയോ, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രിപ്പിൾ വാർമർ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. അത് അപ്പർ ഏരിയനെയും മിഡ് ഏരിയനെയും ലോവർ ഏരിയനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലങ്ങും ഹാർട്ടും പെരിക്കാർഡിയൊക്കെ അപ്പർ ജിയോയിലാണ് വരിക. മിഡിൽ ജിയോയിൽ വരുന്നതാണ് ലിവർ, സ്റ്റൊമക്ക്, സ്പ്ലീന്. അതേമാതിരി തന്നെ പിന്നെ ഈ 3 മെയിനായിട്ടും മിഡിൽ ജിയോയിലും. കിഡ്നിയുടെ കുറച്ചൊരു ഭാഗം കൂടെ മിഡിൽ വരും, പക്ഷെ അത് പൊതുവെ ലോവർ ജിയോയിലാണ് പൊതുവെ എല്ലാവരും കൺസിഡർ ചെയ്യാറുള്ളത്. സോ ആ മിഡിൽ ജിയോ എന്നാണ് തുടങ്ങുന്നത്. ഏകദേശം സ്റ്റൊമക്കിൻ്റെ അവിടെ നിന്നാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പാത്വേ തുടങ്ങുന്നത്. ആ പാത്വേ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആദ്യം പോയിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനെ ഒന്ന് കറങ്ങി അത് തിരിച്ച് പിന്നെയും മുകളിലേക്ക് കയറി വന്ന് അവിടുന്ന് ഹാർട്ടിൻ്റെ ഇതിൽ കൂടെ വന്ന് അവിടുന്ന് അങ്ങോട്ട് ലങ്ങിലേക്ക് കയറും. ഓക്കെ, ലങ്ങിലേക്ക് കയറിയിട്ട് തിരിച്ച് വന്ന് നമ്മുടെ ത്രോട്ടിൽ വന്നിട്ട് അത് വരും. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആഡംസ് ആപ്പിളിൻ്റെ ഭാഗത്തേക്ക് വന്ന ശേഷം അവിടുന്ന് തിരിച്ച് ഡൗൺ ആയിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ കയ്യിൻ്റെ എന്താ പറയുക ഷോൾഡർ ഉണ്ടല്ലോ, ചെസ്റ്റിൻ്റെ ജസ്റ്റ് ആ ഏരിയയിൽ വരുന്ന ആ ഭാഗത്തേക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും കഫത്തിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് LU1 എന്നുള്ള പോയിന്റിൽ പ്രസ് ചെയ്താലും LU2 എന്ന് പറയുന്ന പോയിന്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും വേദന ഉണ്ടാവും അവിടെ ചെറിയൊരു. ഓക്കെ, അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ വരിക. അപ്പോൾ നമ്മളുടെ ഈ ബ്രസ്റ്റ് മാർജിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നല്ലൊരു ഒരു ആ സ്ഥലം ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെൻസേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ചെയ്ത് നോക്കുന്നുണ്ടോ എല്ലാവരും? പഴയ ആൾക്കാരുണ്ട്, പുതിയ ആളുകൾ പറയാം. ഓക്കെ, കിട്ടിയോ? ഒരു എക്സ്ട്രാ ഒരു പെയിൻ അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? സ്ക്രീന് കാണാത്തത് എനിക്ക് മാത്രമാണോ? ഇല്ല, ബാക്കിയുള്ളവർ കാണുന്നുണ്ട്. മാമിന് അറിയാലോ LU1 പോയിന്റ് അറിയില്ലേ? ചെസ്റ്റിന്ന് നിങ്ങളുടെ 4 വിരല് സ്റ്റെർണത്തിൽ വെക്കുക. സ്റ്റെർണത്തിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ലാറ്ററൽ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ലാറ്ററൽ സൈഡ് നെപ്പിൻ്റെയൊക്കെ മുകളിലായിട്ട് ഷോൾഡർ ജോയിന്റിന്റെ അവിടെ എത്തുന്ന സമയത്ത് ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വീഡിയോ കാണുന്നവർക്ക് കൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പർ ചെസ്റ്റ് ഏരിയയിൽ ക്ലാവിക്കൽ ബോണിന്റെ താഴെ ഏകദേശം ഒരു രണ്ട് ചൂണെങ്കിലും അല്ലെങ്കിൽ 2 സൂണ് നിങ്ങൾക്ക് എടുത്തില്ലേ ഞാൻ മെഷർമെന്റ്? ഹലോ, ഓ അത് വിട്ടുപോയാണ്. ശരി, അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് ഇന്നിപ്പോ മെറീഡിയൻ കഴിഞ്ഞിട്ട് മെറീഡിയൻ പറയാനുള്ള സമയമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ചൂണിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ LU1 എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇന്റേണൽ പാത്വേ എക്സ്റ്റേണൽ പാത്വേ മനസ്സിലായോ?
മനസ്സിലായി. അപ്പൊ ബ്ലൂ കളറിൽ ഡോട്ട് ഡോട്ട് ഇട്ട് കാണുന്നതൊക്കെ ഇന്റേണൽ പാത്വേ ആണ്. ഇന്റേണൽ പാത്വേ ഇങ്ങനെ ഷോർട്ട് ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമുക്ക് കിട്ടിയ പിക്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, ലങ്ങിലേക്ക് പോയതും ആദ്യമേ തന്നെ ലങ്ങിലേക്ക് കയറും. ഇത് ഏറ്റവും മുകളിൽ പോയി കയറുന്ന പോലെയാണ് ഉള്ളത്. കുറച്ചുകൂടി താഴെ നിന്ന് തന്നെ അത് ലങ്ങുമായിട്ട് കണക്ട് ചെയ്യും. അത് താഴെ കണക്ട് ചെയ്താലും മേലെ കണക്ട് ചെയ്താലും നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ല. ഇറ്റ് കണക്ട്സ് വിത്ത് ലങ് ആൻഡ് അഗെയിൻ ഇത് ഗോസ് ടു സെന്റർ ഓഫ് ദ ത്രോട്ട്. അവിടെ നിന്ന് LU1 എന്നുള്ള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എക്സ്റ്റീരിയർ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ശേഷം ഷോൾഡറിൽ കൂടെ കയ്യിൻ്റെ ലാറ്ററൽ വശത്ത് കൂടെ ബൈസപ്പ് മസിൽസും എൽബോയിൽ കൂടി വന്ന് നമ്മുടെ ആമിലൂടെ വന്ന് തള്ളവിരലിൻ്റെ താഴെ റിസ്റ്റ് ജോയിന്റിലേക്ക് വന്ന് ടച്ച് ചെയ്ത ശേഷം അത് നമ്മുടെ കൈകളുടെ ഇരുവശവും, അതായത് നമ്മുടെ തീനാർ ഏരിയ അല്ലെങ്കിൽ തമ്പെഡിൻ്റെ അവിടെ വരുന്ന സമയത്ത് ഇരുനിറം ചേരുന്ന ഭാഗം, കയ്യിൻ്റെ ബ്ലാക്ക് വശവും ഉൾവശവും കൂടി ചേരുന്ന മാർജിനിൽ നിന്ന് പതുക്കെ വന്നിട്ട് നഖക്കോണിൽ അവസാനിക്കുന്നതാണ് ലങ് മെറിഡിയൻ. മൊത്തം 11 പോയിന്റ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് ചൂൺ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ചൂണ് പറയാണ്ട് ഞാൻ ഇതിനെ എടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ സമയം എത്രയായി? 8:45. അപ്പോൾ നമുക്ക് ചൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മെഷർമെന്റ് വേണമല്ലോ. അപ്പൊ നമുക്ക് ഒരു പാലോ മറ്റൊക്കെ അളക്കുകയാണെങ്കിൽ ലിറ്ററിൽ അളക്കും, അല്ലെങ്കിൽ മില്ലി ലിറ്ററിൽ അളക്കും. മറ്റേ നീളങ്ങളൊക്കെ ആണെങ്കിൽ സെന്റിമീറ്ററും മില്ലിമീറ്ററും അതേമാതിരി തന്നെ എന്താ പറയുക കിലോമീറ്ററും ഈ ആടായിട്ടൊക്കെ അളക്കും. വെയിറ്റ് ഒക്കെ അളക്കുന്നത് കിലോസിലും ഗ്രാംസിലുമാണ്. അതേമാതിരി നമ്മുടെ ശരീരത്തിനെ അളക്കാൻ ഉപയോഗിക്കുന്ന എന്താ പറയുക മെഷർമെന്റിനെ നമ്മൾ TCMൽ സൂൺ എന്ന് പറയും. ഓക്കെ, സൂൺ അങ്കുലം എന്നുള്ള കണക്കെടുത്താൽ മതി. അപ്പോൾ ഒരാളിനെ നോക്കാൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയ ഒരാളാണെങ്കിൽ എൻ്റെ കൈകൾക്കൊക്കെ നീളം കൂടുതലായിരിക്കും. ഒരു കുഞ്ഞാണ് ട്രീറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ കൈ വളരെ ചെറുതായിരിക്കും, ശരീരവും വലുതായിരിക്കും. അപ്പോൾ അളവുകൾ എടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പോൾ TCM പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ അവരവരുടെ ശരീരത്തിനനുസരിച്ചിട്ട് ഏതാണോ ക്ലയൻറ്റ്, ആരാണോ ക്ലയൻറ്റ്, അവരുടെ മെഷർമെൻ്റ് എടുക്കണം. അങ്ങനെ എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റിൻ്റെ പേരാണ് സൂൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു വ്യക്തി, ഇപ്പോൾ എൻ്റെ തള്ളവിരലിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇതിനെക്കുറിച്ച് പിക്ചർ ഇട്ട് തരാം, അതായിരിക്കും നല്ലത്. ഓക്കെ, എന്നിട്ട് എടുക്കാം, ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പാത്വേ നിങ്ങൾക്ക് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന്, പുതിയ ആളുകൾ ആരെങ്കിലും എക്സ്റ്റേണൽ പാത്വേനെ കുറിച്ചൊന്ന് പറയാമോ? നിഖില. ബ്ലാക്കും വൈറ്റ് ഭാഗവും ചേരുന്ന ആ പോയിന്റിൽ നിന്ന് ഏറ്റവും അറ്റം ഫിംഗർ എന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇല്ല, അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യണത്. അപ്പർ ചെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും എക്സ്റ്റേണൽ പാത്വേ. ദൂരം പറയുകയാണെങ്കിൽ സെൻട്രൽ നിന്നും 6 സൂൺ അല്ലെങ്കിൽ 6 അങ്കുലം ലാറ്ററിലേക്ക് മാറി അവിടുന്ന് 1 അങ്കുലം മുകളിലേക്ക് കയറി ഷോൾഡർ വഴി നമ്മുടെ ബൈസപ്പ് മസിൽസിന്റെ ലാറ്ററൽ സൈഡിലൂടെ എൽബോയിലെത്തി, എൽബോ എന്ന് ആമിലൂടെ വന്ന് റിസ്റ്റിൽ തള്ളവരലിന്റെ താഴെയുള്ള ജംഗ്ഷൻ അല്ലെങ്കിൽ ആ കുഴിയിൽ എത്തി അവിടെ നിന്ന് തീനാർ ഏരിയയിൽ കൂടി, അതായത് തീനാർ ഏരിയയിൽ ഏതിൽ കൂടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോർസെന്നും അതേമാതിരി തന്നെ ഉള്ളം കൈയും കൂടി ചേരുന്ന ഭാഗത്ത്, ഇരുനിറം ചേരുന്ന ഭാഗത്ത് കൂടെ വന്ന് തള്ളവിരലിന്റെ ലാറ്ററൽ സൈഡിലെ കോണിൽ അവസാനിക്കുന്ന മെറീഡിയനാണ് ലങ് മെറീഡിയൻ. അതിന്റെ ഇന്റേണൽ പാത്ത് എന്നുള്ളത് മിഡ് ജിയോ അപ്രോക്സിമേറ്റ്ലി സ്റ്റൊമക്കിന്റെ അവിടെ നിന്ന് തുടങ്ങി താഴോട്ട് സഞ്ചരിച്ച് ലാർജ് ഇൻറ്റേസ്റ്റിനെ കവർ ചെയ്ത ശേഷം തിരിച്ച് മുകളിലേക്ക് വന്ന് ലങ്ങിലൂടെ തിരിച്ച് ലങ്ങിന്റെ പുറത്തേക്ക് വന്ന് ത്രോട്ടിൽ വന്ന ശേഷം ത്രോട്ടിൽ നിന്ന് താഴെ ഇറങ്ങി LU1 വന്ന് ജോയിൻ ചെയ്യും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇന്റേണൽ മെറീഡിയന്റെ ഭാഗത്ത് നിങ്ങൾ മസാജ് ചെയ്യേണ്ട. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മസാജ് ചെയ്യുക.
ഒരുപാട് ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഒരുപാട് കഫൊക്കെ ഉള്ളവർക്ക് ഈ പ്രസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾ പ്രസ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും. ആ ഏരിയയിൽ മുഴുവൻ വന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റിന്റെ ഏരിയയിൽ തൊട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ഡിഫറെന്റ് സെൻസേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കിനി സംശയങ്ങൾ ചോദിക്കാം, കാരണം ഞാൻ ചൂണെടുക്കാണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. സാർ